ഷാനിക്ക എന്തോ ശരത് സർ യെസ് ഒരു പെർഫോമൻസ് കൂടെ ബാക്കിയില്ലേ? യു മീൻ തോബ? യാ തോബ. ഈ വൈകിയ വേളയിൽ എടി എന്തു ആടി എന്ത് സ്വഭാവടി. ഞാൻ മറക്കില്ല. കാരണം ഞാനൊരു കാര്യം പറയാം. ശരത്തേട്ടനെ എന്നെയും മാത്രം വിളിച്ചപ്പോ എനിക്ക് തോന്നി ഞാൻ എന്തായാലും അരിച്ചേട്ടാ. എന്റെ ഗുരുവായ നിവേദിന്റെ അടുത്ത് ആ ഞാൻ ദക്ഷിണ വെച്ച് ദക്ഷിണ വെച്ചിട്ട് ഞാൻ Proper ആയിട്ട് അവൻ എന്നെ പഠിപ്പിച്ചു തന്നു. നിവേദ് എനിക്ക് സ്റ്റെപ്സ് ഒക്കെ പഠിപ്പിച്ചു തന്നു. ആ എന്നിട്ട് പറഞ്ഞു ഇത് ചേട്ടാ കുറച്ച് ദിവസം എടുക്കും, അപ്പൊ എനിക്കിത് ചെയ്യുമ്പോ വൃത്തിയായിട്ട് ചെയ്യണമെന്നുണ്ട്. ചുമ്മാ തോമാ അത് പിന്നെ തോമയാവും. ഇനി സോ എന്നാ നെക്സ്റ്റ് ഷെഡ്യൂൾ വെൻ ഐ ആം കമ്മിങ് ഞാൻ ചെയ്തിരിക്കും. നമ്മുടെ ഈ ഇതിനുള്ള പിള്ളേരുടെ മറുപടി ഞാനിപ്പോ പറയുന്നില്ല. അല്ല ഷാനിക്ക അല്ല പാറു, നമുക്ക് അടുത്ത ഷെഡ്യൂൾ ഫസ്റ്റ് പെർഫോമൻസ് തോബായിരിക്കും. ഞാൻ തോപയും കൊണ്ടേ വരുള്ളൂ. അങ്ങനെ നമ്മൾ തുടങ്ങുന്നത്. ആ. ഹരിച്ചേട്ടാ വാക്ക് പറഞ്ഞ എടാ വാക്കായിരിക്കും. വാക്കാണ്. ഞാൻ എന്താ പറഞ്ഞ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ ഞാൻ തോപ ചെയ്യുന്നല്ലോ പറഞ്ഞു. ഞാൻ ചെയ്യും. എനിക്കിപ്പോ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അത് പറ്റി അണ്ണാക്കിനകത്ത് ആരെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. കയറിയിരിക്കുന്നു. ഞാൻ ചെയ്യും. ചെയ്യും ഞാൻ ആ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു. ഹരി അത് ചെയ്യും. എന്നെ ആ ഗുരു അധികം നിവേദ് support എന്റെ ഗുരു നിവേദ് പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ അല്ല, ഗുരു തന്നെ പറഞ്ഞു പാറു ഇപ്പൊ ചെയ്യരുത് ശിഷ്യ, ആ. നീ കാലൊടിയും, നേരം നീ മറിഞ്ഞു വീഴും, സമയം മരിക്കും. എടുക്കും. അതുകൊണ്ട് പിന്നെ സമയം എടുത്ത് ചെയ്യാന്ന് പറഞ്ഞു. കാരണം ഗുരു തന്നെ 2 ആഴ്ച എടുത്തു ഇത് പഠിക്കാൻ. ഞാൻ ഗുരുവിന്റെ വാക്കേ കേൾക്കാറുള്ളൂ. നീ അങ്ങനെ പറഞ്ഞോടാ നിവേദേ? നീ പറഞ്ഞു, ആരോട് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞ? അതെന്തായാലും ഒരു ഗുരു ആരെടുത്ത് ചോദിക്കണം? ഗുരു ശിഷ്യന്റെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞ പറഞ്ഞതാ. ശിഷ്യന് ഒരു പുരോഗമനവും അല്ല ഇല്ല. അതല്ല, ഈ ഒരു കാര്യവും അവൾ അറിയാതെയാണ് നടന്നത്. നടന്നത് ഇവളറിയാതെ ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ആദ്യമൊക്കെ എല്ലാം അറിയായിരുന്നു, അവസാനമായപ്പോ ഒന്നും അറിയുന്നില്ല. പിന്നെ അടുത്ത ഷെഡ്യൂളിലെ ഫസ്റ്റ് പെർഫോമൻസിന് വേണ്ടി അതെ, വെയിറ്റ് അതെ ചെയ്യാം. അതെ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോ പ്രോപ്പർ ആയിട്ട് ചെയ്യണം. അതെ. അല്ല, വെറുതെ അവിടെ ചുമ്മാ വന്ന് ഒന്നാ ഞാൻ ബാഗിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. അതായിരുന്നു കറക്റ്റ് സൂപ്പർ. എന്തേലും ആവട്ടെ പോട്ടെ. എന്നാ പിന്നെ ഇല്ല പാറു, ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ ഇതിന്റെ കൂടെ. ഞാൻ ഈ തോബാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരച്ചിരി, അത് കുറച്ചല്ലേ ഉള്ളൂ. ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മോളുടെ അടുത്ത് പറഞ്ഞു, വൈഫിൻ്റെ അടുത്തും പറഞ്ഞു, ഇവർ രണ്ടുപേരും ഡാൻസ് ചെയ്യും. ഞാൻ പറഞ്ഞു എന്നെ ഈ തോബയുടെ സ്റ്റെപ്പ് പഠിപ്പിച്ചു തരുമോ? എന്റെ മോള് പറഞ്ഞു എന്റെ പൊന്നച്ച എന്ത് വേണേ ചെയ്തോ, ഇത് ഒഴിച്ചു അച്ഛാ പ്ലീസ്. ഞാൻ പറഞ്ഞല്ല, ഒന്ന് ചുമ്മാ. പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റിന് ഞാൻ കൈയടിക്കും. അല്ല, ഞാൻ പോയി ചോദിച്ചു. അല്ല അടിപൊളി. എടാ, അത് ഒരു ആഗ്രഹം ആർക്കാ ഇല്ലാത്തത്? അതെ. എന്റെ ഭാര്യയാണെങ്കിൽ ഇത്രയും ചിരിച്ച്, ഈ കല്യാണം കഴിച്ചിട്ട് ഇത്രയും അവള് ചിരിച്ച് കണ്ടിട്ടേ ഇല്ല ഞാൻ. മറ്റവന്റെ തോപ ചെയ്യാൻ പോയി, എനിക്കും കൂടി ചെയ്യണം. ആ ഞാൻ പറഞ്ഞല്ല, എനിക്ക് ഒന്ന് ചുമ്മാ ഒന്ന് കാണിക്കാനേ, ഒന്ന് നോക്കട്ടെ. ഓ എന്റെ മോള് വേദനയായിട്ട് വന്നതല്ലേ. അപ്പൊ അത്ര ഇഷ്ടപ്പെട്ടു അല്ലേ ആ സ്റ്റെപ്പ്? അയ്യോ അത് ഉഗ്രല്ലേടാ. അത് നമുക്കൊന്ന് ചുമ്മാ, അത് ഡാൻസ് അല്ല, ഒരു എക്സസൈസ്. ട്യൂട്ടോറിയൽ കണ്ടു തുടങ്ങി. ആ ലൈക്ക് പോക്കറ്റിൽ തരണം. പിന്നെ കുറച്ച് ഇവനിപ്പോ ഗുരു ഇപ്പൊ ചെയ്തത്, ഗുരു ചെയ്തത് ഇപ്പൊ സൈഡ് പോസ്റ്റിലാണ്. ആക്ച്വലി വിക്കി ചെയ്യുന്നത് അതെ ഫ്രണ്ട് പോസ് ആൻഡ് ലൈക്ക് അങ്ങനത്തെ ഒരു മൂഡില്ല. അതെ 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 അതെ. അത് അസാധ്യത കേട്ടോ. ഗുരു ഞാനത് പഠിച്ചോണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം തരണം എനിക്ക്. എന്നാലും ഗുരുവിനൊരു ക്രെഡിറ്റ്, ശരത് സാറിന് വരെ അത് ആ ഒരു അത് step അല്ല, അതെ. ശരത്തേട്ടനെ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറയുന്നത്, അതായത് രാജാ സർ കഴിഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് നിവേദാണ്. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. 2 ഗുരുക്കരേ ഉള്ളൂ, രാജാ സാറും നിവേദും.